സിന്ദൂറിൽ ഉത്തരമായോ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ മറുപടി. കാരണം സിന്ദൂറുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്നതാണ്, ബേൽഗാം ആക്രമണം നടന്ന ശേഷം ഇന്ത്യ ഒരുമിച്ചായിരുന്നു, രാജ്യം ഒരുമിച്ചായിരുന്നു. സർക്കാരിൻ്റെ എല്ലാ നടപടികൾക്കും പ്രതിപക്ഷം ഒപ്പം എന്ന് പ്രതിപക്ഷ നേതാക്കൾ പറഞ്ഞത് നമ്മുടെ ഓർമ്മയിലുണ്ട്. അത് ഒരു ഘട്ടം വരെയും അങ്ങനെ തന്നെയാണ് തുടർന്നിരുന്നത്. പിന്നീട് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ചില കാര്യങ്ങൾ എടുത്ത തീരുമാനങ്ങളിലും ഉറപ്പായിട്ടും രാജ്യത്തിനൊപ്പമാണ്, പ്രധാനമന്ത്രി എടുത്ത തീരുമാനങ്ങൾക്കൊപ്പമാണ് രാജ്യമെന്ന് പ്രതിപക്ഷം പറയുന്നു. അത് പാകിസ്ഥാനുള്ള ചില ഉപരോധങ്ങളായിരുന്നു, ജലയുദ്ധം അടക്കമുള്ള കാര്യങ്ങൾ എടുക്കുന്നു. ആ തീരുമാനത്തിലൊക്കെ എല്ലാവരും ഒരുമിച്ചായിരുന്നു. ചോദ്യങ്ങൾ ആ സമയത്ത് ചോദിച്ചിട്ടില്ല, കാരണം അതിനുള്ള സമയമായിട്ടില്ല എന്നുള്ളതാണ്. ഒരു ഘട്ടം വന്നപ്പോഴേക്കുമാണ് ആ ചോദ്യങ്ങൾ വരുന്നത്. കാരണം ഈ ഭീകരരെ പിടിക്കുന്നില്ല, അവരെവിടെയെന്ന് ചോദ്യം ചോദിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഭീകരർ ഇന്ത്യയിലേക്ക്, കശ്മീരിലേക്ക് കടന്നത് എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. സുരക്ഷാ വീഴ്ചയുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല. അതാണല്ലോ പ്രാഥമികമായി ചോദിക്കുന്നത്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതാണ്. ആ ചോദ്യം ചോദിച്ചു വന്നപ്പോൾ പി ചിദംബരം ചോദിച്ചു, ഇത് അകത്ത് തന്നെയുള്ള ഭീകരരാണോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ അത് പാകിസ്ഥാന് ക്ലീൻ ചിറ്റ് നൽകൽ എന്ന രൂപത്തിലേക്ക് അത് വ്യാഖ്യാനം മാറ്റുന്നു. ഇന്ന് അമിത്ഷാ പാർലമെന്റിൽ പറയുന്നത് അതാണ്. ഇനി അവർ പാകിസ്ഥാൻകാരാണ് എന്നതിന് തെളിവുണ്ട് എന്ന് പറയുന്നത് അവർക്ക് പാക് ID കാർഡുണ്ട്, പാകിസ്ഥാനിൽ നിർമ്മിച്ച ചോക്ലേറ്റുകൾ അവരിൽ നിന്ന് കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പോൾ പാക് ID കാർഡുമായി ഇവിടെ ഭീകരർക്ക് ഇവിടെ യഥേഷ്ടം കറങ്ങി നടക്കാനും കൊലപാതകം നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ടില്ല. അപ്പോൾ എങ്ങനെ ഇന്നലെ സിന്ദൂറുള്ള ചർച്ച തുടങ്ങിയ സമയത്ത് തന്നെ ഈ ഭീകരരെ വകവരുത്തുന്നു എന്ന ചോദ്യം ചോദിച്ചത് അഖിലേഷ് യാദവാണ്. സ്വാഭാവികമായിരുന്ന ചോദ്യം, നമ്മൾക്കൊക്കെ ആ ചോദ്യം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത്ര ദിവസം അവരെവിടെ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരമേ ഉണ്ടായിരുന്നില്ല, അവരെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നാണ് പറയുന്നത്. ഇതിലൊക്കെ ഒരു രഹസ്യാത്മകത സൈന്യത്തിൻ്റെ നീക്കത്തിലൊക്കെ ഉണ്ടാവും, ശരിയാണ്. പക്ഷെ അതിനുശേഷം പറയുന്ന മറുപടിയിൽ അത് സുതാര്യമായിരിക്കണം. ആ മറുപടി സുതാര്യമായിരുന്നില്ല എന്നുള്ളതാണ്. ഇനി ഈ പറയുന്ന വാദത്തിന് സമ്മതിക്കുന്നു, അത് അങ്ങനെ സംഭവിച്ചു. ഇന്നലെയാണ് കൊലപാതകം, ഈ ഭീകരരെ രണ്ടുപേരെ വധിക്കാൻ സാധിച്ചത്. ശരി, അങ്ങനെയെങ്കിൽ ഇന്നലെ സൈന്യം അതിൽ വാർത്താ സമ്മേളനം നടത്താനിരുന്ന സൈന്യത്തെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു. സൈന്യം പറയേണ്ട, ഞാൻ പറഞ്ഞോളാം എന്ന രീതിയിൽ ആഭ്യന്തരമന്ത്രി ഇന്ന് സഭയിൽ വന്ന് പറയുകയാണ്. അതിൽ മുഴുവൻ ഉത്തരങ്ങളില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, 26 പേർ മരിച്ചിട്ട് അത് ഹിന്ദുക്കളാണ് എന്ന വാദം പറയുകയാണ്. നമുക്ക് ഓർമ്മയുണ്ടല്ലോ ആ കുതിരക്കാരൻ ഹിന്ദുവാണോ? അതെ, ആദിൽ. ആ കുതിരക്കാരനെ നമുക്ക് ഓർമ്മയുണ്ട്. ആ കുതിരക്കാരൻ്റെ മരണം നമുക്ക് ഓർമ്മയുണ്ട്. ബാക്കിയുള്ളവരെ രക്ഷിക്കുന്നതിനിടയിലാണ് അയാൾ മരിച്ചുപോയത്. അപ്പോൾ അവരൊക്കെ ഹിന്ദുക്കളാണോ? അവർ മനുഷ്യരാണ്, ഇന്ത്യക്കാരാണ്. എന്തുകൊണ്ടാണ് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കും രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിക്കും അവർ ഇന്ത്യക്കാരായി കാണാൻ പറ്റാത്തത്? അപ്പോൾ അത് അവർ പറയുന്നില്ല. അപ്പോൾ പ്രതിപക്ഷം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് പകരം ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും ഇത് പൂർണ്ണമായും ഈ പറഞ്ഞ സുജയ നേരത്തെ പറഞ്ഞതുപോലെ പാക്വാദികളാണ്, പാകിസ്ഥാന് വേണ്ടി സംസാരിക്കുന്നവരാണ്, പാകിസ്ഥാനെ സഹായിക്കാൻ പ്രതികരിക്കുന്നവരാണ്, ഇവർ ഇന്ത്യ വിരുദ്ധരാണ്, രാജ്യവിരുദ്ധരാണ്. അതായത് സർക്കാരിൻ്റെ വീഴ്ചയെപ്പറ്റി ചോദിക്കുന്നവരെല്ലാം ഇന്ത്യ വിരുദ്ധരാണ് എന്ന രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കുകയാണ്. അങ്ങനെ പറയുമ്പോൾ എളുപ്പമാണല്ലോ, പിന്നെ ചോദ്യങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ അത് നടക്കില്ല. വാർത്താസമ്മേളനത്തിൽ നിന്ന് സൈന്യത്തെ പിന്തിരിപ്പിച്ചത് ആരാണ്? എന്താണ് അതിന്റെ സോഴ്സ്? അതൊക്കെ ഞാൻ എന്താണ് വാർത്താ സമ്മേളനത്തിൽ നിന്ന് സൈന്യത്തെ പിന്തിരിപ്പിച്ചു എന്ന് മാഡം വാർത്താ സമ്മേളനം നടത്താൻ ആര് പിന്തിരിപ്പിച്ചു? സർക്കാർ പിന്തിരിപ്പിച്ചു. ആരാ പിന്തിരിപ്പിച്ചു? സർക്കാർ പിന്തിരിപ്പിച്ചു എന്ന് ആര് പറഞ്ഞു? അല്ല, സർക്കാർ പിന്തിരിപ്പിച്ചെന്ന് സർക്കാർ പറയുമോ? അല്ല, ആര് പറഞ്ഞു? അല്ല, വാർത്ത ഞാനും അറിയുന്നുണ്ടല്ലോ. വാർത്ത എവിടെ? വാർത്ത എവിടെ? സുജയ്ക്ക് മാത്രമേ സൈന്യം വാർത്താ സമ്മേളനം നടക്കാനിരുത്തിയായിരുന്നു. ഇന്നലെ ചില വാർത്തകളിൽ ഉണ്ടായിരുന്നു സൈന്യം ഉടനെ അറിയിക്കുമെന്നുള്ള കാര്യം. അത് സൈന്യം വാർത്താ സമ്മേളനം സൈന്യം വിവരം അറിയിക്കാനിരുന്നു. ഇത് അല്ലല്ലോ ബിജെപി വാദങ്ങൾ മാത്രം പറയാൻ പറ്റില്ല. ഞാൻ സൈന്യത്തിന്റെ വാദമല്ല സൈനിക വിഭാഗത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. ഇതാണ് പറഞ്ഞത്, ഇതാണ് വാദം. സൈനിക വിഭാഗം പൂർത്തിയാക്കട്ടെ. സൈന്യം ആ കാര്യങ്ങൾ വിശദീകരിക്കാൻ, അതായത് ഒരു ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞാൽ ഞങ്ങളിതാ, അതൊരു പ്രധാനപ്പെട്ട സൈന്യം വാർത്താ സമ്മേളനം നടത്താനിരിക്കുന്നു എന്നുള്ള വാർത്തയുണ്ടായിരുന്നു. ആ വാർത്ത കാര്യം പറയാനിരിക്കുമ്പോൾ അതിനെ നിഷേധിച്ചു. അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആഭ്യന്തരമന്ത്രി പലയിടത്തോ വാർത്തകൾ സൈന്യം വാർത്താ സമ്മേളനം നടത്താനിരിക്കുന്നു. ഇതാ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഈ ആക്രമണകാരികളെ റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ ജമ്മു കാശ്മീരിൽ ഏത് ഓപ്പറേഷൻ നടത്തിയാലും സൈന്യം ഉടൻ തന്നെ വാർത്താ സമ്മേളനം നടത്തും. ഞാൻ പൂർത്തിയാക്കട്ടെ. ഈ ഭീകരർ രാജ്യത്തെ 26 പേരെ കൊന്ന ശേഷം അവിടെ ഒരൊറ്റ സുരക്ഷാ ഉദ്യോഗസ്ഥൻ പോലും ഉണ്ടായിരുന്നില്ല. ഇന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞ കാര്യമാണ്. പ്രിയങ്ക ഗാന്ധി പറയുന്നു അവിടെ ആക്രമണം നടത്തിയ TRF എന്ന സംഘടന
പലതവണ ആക്രമണം നടത്തിയിട്ടുണ്ടല്ലോ. 26 തവണ ആക്രമണം, 25 തവണ ആക്രമണം നടത്തിയിട്ടുണ്ട്. എന്നിട്ട് 2023 ഇവരെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന സർക്കാരിൻ്റെ നീക്കങ്ങൾ, സർക്കാരിൻ്റെ സൂക്ഷ്മതക്കുറവ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. അത് പ്രതിപക്ഷം ചോദിക്കും. ഇനി പ്രതിപക്ഷം അത് ചോദിക്കുമ്പോൾ അത് ഒരു കുടുംബത്തിൻ്റെ ചില ന്യായങ്ങളിൽ പെട്ട് നിങ്ങളെങ്ങനെ പെട്ടുപോകല്ലേ എന്ന് ഈ പറയുന്ന രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും സോണിയാഗാന്ധിയും അപമാനിക്കുകയാണ്. അവർ ഈ രാജ്യത്ത് ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചവരാണ്. ഭീകരവാദത്തിന് ഇരയായിക്കൊണ്ട് ഭർത്താവിനെ നഷ്ടപ്പെട്ട സോണിയാഗാന്ധിയാണ്. അച്ഛനെയും മുത്തശ്ശിയെയും നഷ്ടപ്പെട്ടതാണ് രാഹുൽ ഗാന്ധിയും ഇവിടുത്തെ പ്രിയങ്ക ഗാന്ധിയും. അവർക്കതിൽ പറയാൻ കുറച്ചുകൂടി വൈകാരികമായിട്ടുണ്ട്. ഭീകരർ കുടുംബത്തിലെ ആളുകളെ കൊന്നുകഴിഞ്ഞാൽ അത് എത്രത്തോളം വലിയ വേദന നൽകുന്നുവെന്ന് സ്വയം അനുഭവിച്ചവരാണ്. അവരുടെ പ്രതികരണത്തിൽ വൈകാരികതയുണ്ടാകും. അപ്പോൾ കുടുംബത്തിൻ്റെ വാദത്തിന് നിന്നുകൊണ്ട് നിങ്ങൾ സ്വയം കുഴപ്പത്തിൽ ചാടല്ലേ എന്ന പരിഹാസം അവിടെ വിലപ്പോകില്ല. രണ്ടാമത്തെ കാര്യം, നെഹ്റുവുമായി ബന്ധപ്പെട്ട് നെഹ്റുവിൻ്റെ കാലത്ത് കശ്മീർ അങ്ങ് എടുത്തു കൊടുത്തു പറയുന്ന വാചകമാണ്. നെഹ്റുവിൻ്റെ കാലത്ത് എന്താണ്? വിഭജന കാലത്ത് ഇവിടെ ഇന്ത്യയിലും പാകിസ്ഥാനിലും ചേരാതെ നിന്ന പ്രദേശമാണ് കശ്മീർ. അവിടേക്ക് പാകിസ്ഥാൻ ആക്രമണം നടത്തിയപ്പോഴാണ് കശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമാക്കാൻ അന്നത്തെ പ്രധാനമന്ത്രി നെഹ്റു മുൻകൈയെടുത്തത്, അന്നത്തെ സർക്കാർ മുൻകൈയെടുത്തത്. അല്ലെങ്കിൽ കശ്മീർ തന്നെ നമുക്കുണ്ടാകുമായിരുന്നില്ല. അതാദ്യം BJP മനസ്സിലാക്കണം. BJPക്ക് അറിഞ്ഞിട്ടല്ല, BJPക്ക് ചരിത്രത്തിൽ യാതൊരു തരത്തിലുള്ള ഈ റോളും ഇല്ലാത്തതുകൊണ്ട് ചരിത്രം മാറ്റിയെഴുതാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇനി കശ്മീരിൻ്റെ കാര്യത്തിൽ അടുത്ത കാര്യം എന്താണ്? പാകിസ്ഥാനിൽ ചേരാൻ ഹൈദരാബാദ് ശ്രമിച്ചിരുന്നു. എന്നിട്ട് കശ്മീരിനെ ഇന്ത്യയിൽ നിലനിർത്താമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഹൈദരാബാദിനെ ഇന്ത്യയിൽ നിലനിർത്തി കശ്മീർ പാകിസ്ഥാൻ നൽകാം എന്ന് പറഞ്ഞത് ആരാണ്? ഇപ്പോൾ BJP കൊണ്ടു നടക്കുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ്. അങ്ങനെയുള്ള ചർച്ചകൾ നടന്നിരുന്നു. അതൊന്നും വേണ്ട, രണ്ടും ഇന്ത്യയുടെ ഭാഗമാകണം എന്ന തീരുമാനം അന്നെടുക്കുകയാണ്. അന്ന് അന്താരാഷ്ട്ര സമൂഹത്തെ വിശ്വാസത്തിലെടുത്ത് കശ്മീർ ഇന്ത്യയുടെ ഭാഗമാക്കിയത് നെഹ്റുവാണ്. ആ നെഹ്റുവിനെയാണ് ഈ ചരിത്രം ഇഷ്ടമില്ലാത്ത സംഘപരിവാർ എല്ലാ തവണയും കശ്മീരിനെ അതാ കൊടുത്തു പാകിസ്ഥാൻ ഭാഗം കൊണ്ടുപോയി എന്ന വാദം ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വിഭജനം എങ്ങനെ നടന്നുവെന്നും ഇവിടെ സ്വാതന്ത്ര്യ സമര പോരാട്ടം എങ്ങനെ നടന്നുവെന്നും ഇവിടുത്തെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിനെ വളച്ചൊടിച്ചുകൊണ്ട് എന്ത് പറയുമ്പോഴും രാജ്യത്തെ മുൻ പ്രധാനമന്ത്രി നെഹ്റുവിനെ ഇങ്ങനെ അപമാനിച്ചുകൊണ്ടുള്ള വാദം പറയുകയാണ്. ഇത് ഈ പറയുന്ന വാജ്പേയി പോലും പറയാത്ത വാദമാണ് ഇവിടെ ഇപ്പോഴും മോദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അമിത്ഷാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിന്ദൂറിൽ മറുപടി പറയുന്നില്ല. ഇവിടെ ഇതിനു മുമ്പുണ്ടായിട്ടുള്ള വലിയ ആക്രമണം എന്താണ്? അതിൽ കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ടോ? അതിലെന്താണ് മറുപടി പറഞ്ഞിട്ടുള്ളത്? അവന്തിപുരയിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച സ്കോർപിയോ ഇടിച്ചു കയറ്റി സൈനികരെ കൊന്നില്ലേ? സൈനികരെ കൊന്ന സമയത്ത് പുൽവാമ 40 സൈനികരാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ആ പുൽവാമ ആക്രമണവുമായി ബന്ധപ്പെട്ട് സത്യപാൽ മാലിക് ഈ BJPയുടെ ഭാഗമായിരുന്നല്ലോ, കശ്മീരിലെ ഗവർണറായിരുന്നല്ലോ. എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു വിമാനം ആവശ്യപ്പെട്ടിട്ട് ആഭ്യന്തര മന്ത്രാലയം നിരസിച്ചു. ഇപ്പോൾ മിണ്ടണ്ട എന്ന് പറഞ്ഞത് ഈ പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞത് ആരാണ്? സത്യപാൽ മാലിക്കാണ്. ഇപ്പോൾ സത്യപാൽ മാലിക്കിനെ കേസുകളിൽ കുടുക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സത്യം നമ്മുടെ മുന്നിലുണ്ട്. അതിനുശേഷം ബാലാക്കോട്ട് നടക്കുന്നു, പിന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഇതൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ രാഷ്ട്രീയമായി ഇതിനെ ദുരുപയോഗം ചെയ്യുക, ഈ രാജ്യസ്നേഹം എന്ന് പറയുന്നത് വേറൊരു വൈകാരികതയായി കൊണ്ടുവന്ന് അത് രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുക എന്നുള്ളത് BJPയുടെ തന്ത്രമാണ്. ആ തന്ത്രമാണ് ഇന്നും പാർലമെന്റിൽ ഉന്നയിച്ചിരിക്കുന്നത്. പ്രതിപക്ഷം ചോദിച്ചുകൊണ്ടേയിരിക്കും. പ്രതിപക്ഷം ആ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. അവിടെയും ഈ തരത്തിൽ ചില ആളുകൾ, ഈ ശശി തരൂരിനെ പോലെ ചില ആളുകളുണ്ട്. അവിടെ നിന്ന് അമിത്ഷാ പ്രസംഗിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ബെഞ്ചിലിരുന്നു കൊണ്ട്, പ്രതിപക്ഷത്തെ ബെഞ്ചിലിരുന്നു കൊണ്ട് അമിത്ഷായ്ക്ക് കൈയടിക്കുന്ന ശശി തരൂരിനെ പോലുള്ള ചില നേതാക്കളുമുണ്ട്. അവർക്ക് കാലം മറുപടി കൊടുത്തുകൊള്ളും എന്നുള്ളതാണ്. സിന്ദൂറിൽ ഉത്തരമായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. Meet the editors.